Okay, so loudly. Subscribe Shining Vibe. Watch videos. Watch ഓക്കെ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഷൈനിങ് വൈബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഇപ്പം കുറച്ച് ദിവസമായി നമ്മൾ മുഖം കാണിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം ഒന്ന് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് മറന്നു പോയാലോ. അപ്പം അതോർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. ഇത് നമ്മൾ രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തതായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. കുറേ നാളായി നമുക്ക് ഒരു ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തത് പെയിൻറ്റിങ് വീഡിയോകളായിരുന്നു. അപ്പം നമ്മൾ ഈ പെയിൻറ്റിങ് വീഡിയോകൾ ചെയ്യുമ്പം നമുക്ക് ഫേസ് കാണിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വലിയൊരു ഷൂട്ടിംഗ് സെറ്റപ്പും വലിയൊരു ക്യാമറ സെറ്റപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നത് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2-3 ക്യാമറയൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് 2-3 ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ക്യാമറ വല്ലാതെ ഷെയ്ക്ക് ആകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ കൈ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ചാനൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഉണ്ടാകുന്ന പരിമിതികളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ സഹകരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും കാലം നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് അത് തീർച്ചയായിട്ടും വളരെ വലുതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഊർജ്ജം നൽകുന്ന ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൻ്റെ തുടക്കം തൊട്ടേ ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോയിലും പ്രത്യേകമായിട്ട് പറയാറുണ്ടായിരുന്നു, തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന്, എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണമെന്നൊക്കെ. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്കത് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. കാരണം ഓരോ ദിവസവും നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. പുതിയ ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങളുടെ ഈ സപ്പോർട്ടും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഊർജ്ജം നൽകുന്നുണ്ട്. അപ്പം ഈ സ്ഥലവും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആദ്യം പരിചയമുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇതിന് മുമ്പ് ഈ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ്, പാളയത്തുള്ള ബാംഗ്ലൂർ പാളയത്തുള്ള സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. അപ്പോൾ ചർച്ചിൻ്റെ ബാക്ക് സൈഡാണിത്, കപ്പേളയുടെ ഒരു ബാക്ക് സൈഡാണിത്. ഈ സ്ഥലം എനിക്ക് തോന്നുന്നത് ഇത് നമുക്കൊരു ഭാഗ്യ ലൊക്കേഷനാണെന്നാണ്. കാരണം ഇവിടെ വെച്ച് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ. ഇന്ന് രാവിലെ ഞാൻ നോക്കിയായിരുന്നു. അപ്പം ആ വീഡിയോയ്ക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത്. അപ്പം അത് നമ്മൾ ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്ത് തന്നെ വെച്ചായിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നമുക്കൊരു ഭാഗ്യ ലൊക്കേഷനാണോ എന്ന്. അപ്പോൾ ഞാനിന്ന് രാവിലെ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പതുക്കെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ വണ്ടിയെ തന്നെ ഇരുന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കപ്പേളയുടെ, ഈ ചർച്ചിൻ്റെ കപ്പേളയുടെ പ്രവേശമാണ് കേട്ടോ ഇത്. പിന്നെ വേറെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെയുള്ള വിശേഷങ്ങൾ എന്നറിയാൻ താല്പര്യമുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ വാർത്തകളെല്ലാം തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഓരോരുത്തർ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 300-ന് മേലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 5-8 മാസമായി. 8 മാസമായ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വളർച്ചയുടെ ഒരു ലക്ഷണമൊന്നുമല്ല. എങ്കിലും നമ്മുടെ ചെറിയ ചാനലിൽ നമ്മുടെ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ചാനലിന് തീർച്ചയായിട്ടും ഇത്ര നല്ലൊരു വളർച്ച ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ഥിരം പറയാറുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയും നിങ്ങൾ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, അതായത് നമ്മുടെ വീഡിയോ കാണും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള
നമ്മുടെ ചാനലിലെ വീഡിയോകൾ കാണും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളവരിലേക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വ്യൂസ് ഈ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഇടയായിട്ട് നമ്മുടെ വീഡിയോകൾക്ക് വരുന്ന വ്യൂസ് കുറച്ച് കുറവാണ്. ധാരാളം വിഷയങ്ങൾ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുന്നതിനൊക്കെ ഉള്ള ചെറിയൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാംഗ്ലൂർക്ക് കൊറോണയുടെ ഒരു സിറ്റുവേഷനൊക്കെ ഏകദേശം ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് നല്ല വീഡിയോകൾ, കൂടുതൽ നല്ല വിഷയങ്ങൾ, കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നല്ല വീഡിയോസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരും പരമാവധി കാണാൻ സാധ്യതയുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോകൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്യണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ നമുക്ക് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത്. അതുപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് അവറും. അപ്പം നമുക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഈ ഒരു ക്രൈറ്റീരിയ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്താലേ പിന്നെ നമുക്ക് വാച്ച് അവറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. വാച്ച് അവറിൻ്റെ ഒരു അനലിറ്റിക്സ് നമുക്ക് ഇപ്പം അനങ്ങിയിട്ട് പോലില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ഏതായാലും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും പരമാവധി സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഇതൊരു കരിയർ ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നതും ഓരോ ദിവസവും ആ ഒരു സ്വപ്നം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ ഈ ചാനലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വർഷത്തിനുള്ളിലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാ വീഡിയോയിലും ഇത് ഞാൻ പറയാറുണ്ട്, പക്ഷേ ചുരുക്കം ചിലർ മാത്രമേ നമ്മുടെ വീഡിയോകൾക്കൊക്കെ കമൻറ്റ് ചെയ്യാറുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടാതെ പോയത്, ഇല്ല എന്താണ് നിങ്ങൾക്ക് അതിലുള്ള അഭിപ്രായം, നമ്മുടെ വീഡിയോകളെക്കുറിച്ചുള്ള അഭിപ്രായം, ഇല്ല നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ കാണാൻ എന്തെങ്കിലും പുതിയ വീഡിയോകളെക്കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏത് തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നാണ് നമ്മുടെ ചാനലിലൂടെ കാണണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാര്യം കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോകൾ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ശരി, അപ്പം ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ചിന്ന ഫ്രണ്ട്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്തായാലും ഇവർ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് ഗസ്റ്റുകളെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്താം. ഹലോ, വാട്ട്സ് യുവർ നെയിം? Say loudly. Jerusha. Okay. Next. Midun. Okay. Tejasri. Okay. Next. Josna. Okay. അപ്പോൾ നമ്മുടെ പിള്ളേരാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെ ചർച്ചിൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവരുടെയൊക്കെ വീട്. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരിവിടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കുട്ടി അതിഥികളെയും കൂടെ കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഓക്കെ, സോ ലൗഡ്ലി വാച്ച് വീഡിയോസ്. ഓക്കെ, താങ്ക് യു. ബൈ. സേ ബൈ. ഓക്കെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ കുറേ സമയമായി, ഏകദേശം ഒരു 6 മണി 6:30 ആകാറായി. അപ്പം വീണ്ടും പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.